ഭൂമിയെ നിരീക്ഷിക്കാൻ ആകാശത്ത് ഒരു വീട്, അവിടെ ചില താമസക്കാർ. അവർ ഭൂമിയെ സദാസമയവും നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ 6 മാസം. അത് കഴിഞ്ഞ് മടക്കം. ഇതിനുശേഷം പുതിയ താമസക്കാർ അവിടേക്ക് ചേക്കേറും. അവരുടെയും പണി ഇത് തന്നെ. ചില ദിവസങ്ങളിൽ രാത്രിയും അതിരാവിലെയുമൊക്കെ ആകാശത്ത് നോക്കിയാൽ നമുക്ക് വട്ടം ചുറ്റി കറങ്ങുന്ന ബഹിരാകാശ നിലയത്തെ കാണാൻ സാധിക്കും. ഈ നിലയത്തെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിലയം ഭ്രമണപഥത്തിൽ എത്തിയിട്ട് 16 വർഷം തികയുന്നു. ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് പഠനം നടത്തുന്നവർ ഒരു ദിവസം 16 സൂര്യോദയങ്ങൾ കാണുമത്രേ. 15 രാജ്യങ്ങൾ ചേർന്നാണ് നിലയം നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്ക, കാനഡ, റഷ്യ, ജപ്പാൻ, പിന്നെ യൂറോപ്യൻ യൂണിയൻ എന്നിവർ ചേർന്നാണ് നിലയത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. ആദ്യ ബഹിരാകാശ യാത്രക്ക് പുറപ്പെടും മുമ്പ് യൂറി ഗഗാറിൻ തന്നെ കൊണ്ടുവന്ന ബസിന്റെ പിൻ ടയറിൽ മൂത്രമൊഴിച്ചിരുന്നു. അന്ന് അദ്ദേഹം ശങ്ക സഹിക്കാൻ വയ്യാതെ ചെയ്തതാണെങ്കിലും ഇന്നും ബഹിരാകാശ യാത്ര പുറപ്പെടുന്നവർ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നത് ഒരു ആചാരം പോലെ പിന്തുടരുന്നു. 6 മാസമാണ് ഒരു ബഹിരാകാശ ദൗത്യത്തിന്റെ കാലാവധി. ഇതുവരെ ഈ ബഹിരാകാശ നിലയം ഭൂമിയെ ഏകദേശം 92,000 അധികം തവണ വട്ടം ചുറ്റിക്കഴിഞ്ഞു. 8 നിരകളിലായി 16 വലിയ സൗരോർജ പാനലുകളാണ് നിലയത്തിന് ശക്തി പകരുന്നത്. നിലയത്തിൽ താമസിക്കാനും പഠനം നടത്താനുമൊക്കെയായി 6 വലിയ മുറികൾ തന്നെയുണ്ട്. 360 മാരുതി എർട്ടിക കാറിന്റെ ഭാരമുണ്ട് ബഹിരാകാശ നിലയത്തിന്. 2 ബാത്റൂമും 1 ജിമ്മും ഈ നിലയത്തിലുണ്ട്. മൂത്രത്തെ വെള്ളമാക്കി മാറ്റാനുള്ള സൗകര്യം പോലും നിലയത്തിലുണ്ടത്രേ.